ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ലോഗ്. കുറച്ച് നല്ല നല്ല ടിപ്സുകളും കുക്കിങ്ങുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീനാഥനെ, ആകെയും കാരുണ്യം നൽകും പടച്ചോനെ. മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മുട്ട കൂടി പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. ഇനി ഇതിലേക്ക് റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. റാഗിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. നന്നായി അരച്ച ഈ മിക്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തോ ഇത് നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. ഇനി ഒരു പാൻ വെച്ചിട്ട് മാവ് കോരി ഒഴിച്ചിട്ട് നമുക്ക് ദോശയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണമെങ്കിൽ തിരിച്ചിട്ടും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. 25 വയസ്സിന് താഴെയുള്ള ആളുകളിലാണ് കൂടുതലായിട്ടും അകാലനര ഇപ്പോൾ കണ്ടുവരുന്നത്. അകാലനര വരാതിരിക്കാനായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അയൺ, തൈറോയിഡ് ഹോർമോണുകൾ, വൈറ്റമിൻ ഡി എന്നിവയുടെ കുറവ് മൂലം അകാലനര ഉണ്ടായേക്കാം. അകാലനര തടയുന്നതിനായിട്ട് ബി വൈറ്റമിൻ, സിങ്ക്, കോപ്പർ, ആൻറ്റി ഓക്സിഡൻറ്റ്സ്, അയൺ എന്നിവ അടങ്ങുന്ന ഇലക്കറികൾ പോലെയുള്ളവ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. ആൻറ്റി ഓക്സിഡൻറ്റ് സമൃദ്ധമായുള്ള വിഭവങ്ങൾ ഫ്രീ റാഡിക്കൽസ്, മെലാനിൻ പ്രവർത്തനം കാര്യക്ഷമമാക്കും. സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് യോഗ, ലളിതമായിട്ടുള്ള ശ്വാസോച്ഛ്വാസ വ്യായാമം എന്നിവ നിത്യജീവിതത്തിൽ ഭാഗമാക്കുക. ഇവ രക്തചംക്രമണം വർദ്ധിപ്പിച്ച് ഓക്സിഡേറ്റീവ് ലോഡ് കുറയ്ക്കും. ദിവസവും 7-8 മണിക്കൂർ വരെ ഉറക്കം ഉറപ്പാക്കുക. അതേപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഉറങ്ങുന്ന സമയത്താണ് ശരീരം ഓക്സിഡേറ്റീവ് തകരാറുകൾ പരിഹരിച്ച് ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക. അകാലനര കൊണ്ട് കഷ്ടപ്പെടുന്നവരിലെ നര മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു പാക്കാണ് ഇനിയിവിടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന കരിഞ്ജീരകവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. നന്നായി അരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് ഉണക്കി വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത മിക്സ് നന്നായിട്ട് തന്നെ അരിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അകാലനര വന്നവർക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നാച്ചുറൽ ആയിട്ടുള്ള ഒരു രീതിയാണ് ഈ പാക്ക്. ഈ പാക്ക് മുടിയിൽ ചെയ്യുന്നതിന് മുന്നേ ഹെന്ന കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കൈവശം ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ ഇരുമ്പ് ചട്ടിയിലേക്ക് നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 8 മണിക്കൂറോളം വെയിറ്റ് ചെയ്യുക. ഇരുമ്പിൻ്റെ ചട്ടി നിങ്ങളുടെ കൈവശമില്ല എങ്കിൽ ഇത് തയ്യാറാക്കി എടുത്തതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ആണി ഇട്ട് കൊടുക്കുക. അപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ മിക്സ് ഈ രീതിയിലാണ് കിട്ടുക. ഇനി നമുക്ക് നരച്ച മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നരച്ച മുടിയിലെല്ലാം തേച്ച് കൊടുത്തതിന് ശേഷം അരമണിക്കൂറിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. ഈ പാക്ക് തുടർച്ചയായിട്ട് ആഴ്ചയിൽ 3 ദിവസം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. കുറേ അധികം ഉള്ളിയൊക്കെ നമുക്ക് തോല് കളഞ്ഞെടുക്കാനായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിന് മുന്നേ
നമ്മൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഉള്ളി ഇട്ട് വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഉള്ളിയുടെ തോലൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അപ്പോൾ കത്തിയൊന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കാനായിട്ട് കഴിയും. ഇതുവരെയും ഈ ടിപ്പ് പരീക്ഷിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. മഞ്ഞുകാലത്തൊക്കെ മാവ് അരച്ച് പൊങ്ങി വരാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക. മാവ് അരച്ചതിന് ശേഷം ഇതുപോലെ ഒരു കാസറോളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അടിച്ചെടുത്ത ബാറ്റർ കാസറോളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ വെച്ചോ തവി വെച്ചോ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് കാസറോൾ നമുക്ക് അടച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ രാവിലെ ഇത് തയ്യാറാക്കാനായിട്ട് എടുത്തു നോക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഈ ടിപ്പ് കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുതേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.